അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. റെഡിയല്ലേ? ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ന് നമ്മൾ 120ാമത്തെ മൻ കി ബാത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു മീനിങ് ഞങ്ങൾക്കെല്ലാവർക്കും എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ നമ്മുടെ എല്ലാ മാസം നരേന്ദ്രമോദിജി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ രാജ്യത്തിൽ ഈ രാഷ്ട്രത്തിന് പുറത്തിരിക്കുന്ന എത്രയോ സാധാരണക്കാർ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ചെയ്യുന്ന പണികളെ പറ്റിയും അവരെ ഇൻസ്പയറിങ്, അവരൊരു നെയിംലെസ് ഫേസ്ലെസ് ഹീറോസ് ആവുന്നത് എല്ലാവരും മുമ്പിൽ വെച്ച് ഞങ്ങൾക്കും രാജ്യത്തിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് BJPൻ്റെ പ്രവർത്തകരാണോ വേറെ ആരാണെങ്കിലും ഈ മൻ കി ബാത്ത് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എനർജിയും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു ഒക്കേഷനാണ്. അത് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തത്, ഇന്ന് രാവിലെ ഞാൻ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ പ്രസ് റിലീസ് കണ്ടു. BJP കേരള, NDA കേരള ആ പ്രസ് റിലീസ് അതിൽ പറഞ്ഞ ഒരു അപ്പീൽ ടു കേരള MPs ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ടിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്, അതിന് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ഈ രാഷ്ട്രത്തിൽ ഉള്ള MPമാരോ പ്രവർത്തകരോ നമ്മുടെ എല്ലാവരും ഒരു കടമയാണ് ജനങ്ങളുടെ വേദനയും പ്രശ്നങ്ങളുടെയും പരിഹരിക്കാൻ. നമ്മളെല്ലാവരും മീഡിയയും കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും നാട്ടിൽ അറിയാം, മുനമ്പത്ത് ജനങ്ങളാണോ, കർണാടകയിലെ കർഷകരാണോ, ഈ ഇന്ത്യയിൽ മൊത്തം എത്രയോ സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കിട്ടാതെ അവർ വിഷമിക്കുന്നു, അവർക്കൊരു പ്രശ്നം എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ആ അപ്പീലിൽ പറഞ്ഞത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അത് ഞാൻ റീഎൻഫോഴ്സ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. കേരളയിലെ എല്ലാ MPമാരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ റീസെൻ്റ്ലി ഡൽഹിയും ഉത്തർപ്രദേശിൽ നിന്ന് വന്ന വയനാട്ടിലേക്ക് വന്ന പ്രിയങ്ക ഗാന്ധിയാണോ, ഹൈബി ഈഡൻ ആണോ, മുസ്ലിം ലീഗ്സിൻ്റെ MP ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ MP ആണോ, അവരെല്ലാവരും ഞാൻ ഒരു ഒറ്റ അഭ്യർത്ഥന, ഞങ്ങളുടെ എല്ലാവരും ഈ വഖഫ് ആക്ട് അമെൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം. ആ ഡിബേറ്റ് നടക്കണം. നമ്മൾ ഇത് ഒരു മതത്തിൻ്റെ എതിരെയോ ഒരു അങ്ങനത്തെ ഒരു ബില്ലൊന്നുമല്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൊണ്ടുവരുന്ന നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ ഒരു നിയമമാണ്, ഒരു ബില്ലാണ്. അതിനൊരു ഡിബേറ്റ് നടക്കണം. ജനങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ആരെങ്കിലും ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ മാതിരി പ്രിയങ്ക ഗാന്ധിയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, എല്ലാവരും ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്ന് ഒരു സിഗ്നൽ, ഒരു മെസ്സേജ് മുമ്പോട്ട് വെക്കണം. നമ്മളെല്ലാവരും ഒരു കടമയാണത്. കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും പരിഹരിക്കാനും രാഷ്ട്രീയത്തിൽ ആരാണെങ്കിലും, വലുതാണോ ചെറുതാണോ, ഡൈനസ്റ്റിയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, ഏത് മതത്തിൽ നിന്ന് വന്ന MP ആണോ, അവരെല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരു റെസ്പെക്ട്ഫുള്ളി അഭ്യർത്ഥിക്കുന്നു. വേറൊന്നുമില്ല, പറയൂ. അല്ല, ഇതിൽ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണോ? അത് പോയോ? പറയൂ, ഇനി പറയൂ. എമ്പുരാൻ സിനിമയെ കുറിച്ച് ഇന്ന് രാവിലെ അങ്ങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
കാരണം സിനിമ താൻ കാണില്ല എന്നുള്ളത് അത് ഒരു BJP പ്രവർത്തകർക്കുള്ള ഒരു സന്ദേശമാണോ സിനിമ കാണാതിരിക്കാൻ? അല്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിൻ്റെ ഒരു സീക്വലാണ്, അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിനെ നന്നായി എനിക്കറിയാം. ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, ഞാനല്ലല്ലോ പറഞ്ഞത് ചെയ്യാൻ. ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന്. അവർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ഫാൻസാണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, MT രമേശ് ജി പിന്നെയും പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു, സിനിമയായിട്ട് കാണണം. സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും. അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാനൊരു ആഗ്രഹമില്ല. അത് എൻ്റെ പേഴ്സണൽ വ്യൂ. കാണുന്ന ആൾക്കാർക്ക് കാണണം. അത് ഞാൻ കാണാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞു എന്നാ അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ തർക്കിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു, മതി, കഴിഞ്ഞു. വേറെ എന്തെങ്കിലുണ്ടോ? നിലപാട് KCBCയുടെ ആവശ്യത്തോട് കേരളത്തിലെ എംപിമാർ അനുകൂലമായി പ്രതികരിക്കുമെന്ന് BJP കരുതുന്നുണ്ടോ? അല്ല, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മുൻപന്തൊക്കെ ജനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. KCBC ഇന്നലെ അവർ പ്രസ് റിലീസ് ഇറക്കുന്നു, അവർ റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇതല്ലേ ശരിക്ക് ചെയ്യേണ്ട അവരുടെ ഒരു കടുമ. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ MPമാരുടെ ഒരു ഡ്യൂട്ടി. അതാണ് KCBC പറയുന്നത്, അതാണ് ഞങ്ങളും പറയുന്നത്. അത് ഞങ്ങൾ റിയേറ്ററേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കോൺഗ്രസിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ നോക്കൂ, ഞാൻ ഇന്ന് പറഞ്ഞു, ഇതിൽ ഈ വഖഫ് ബില്ലിനെ ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ പ്രിസ്മിൽ കൂടെ നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങളെല്ലാവരുടെയും മുൻപത്തെ ജനങ്ങളും അതാണ് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്ന നടക്കുന്ന പാർട്ടികൾ ഒന്ന് വായിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൾട്രാ വൈറസ് ഒരു ലോ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷനെ അലൈൻ ചെയ്യണ്ടേ? അത് 10, 20, 30 കൊല്ലമായിട്ട് അത് അൾട്രാ വൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ന് നമ്മളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ജനങ്ങൾ സഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു MP ആവുമ്പോഴോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോഴോ ഒരു പ്രവർത്തകരാകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു എററോ ആ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് മാറ്റണം. അതല്ലേ അമെൻഡ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിനെ ഒരു മതത്തിൻ്റെ എഗെയിൻസ്റ്റായി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത്. അതിന് ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ പ്രിസം കൂടെ നോക്കരുത്. ഇത് റിയൽ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. മുൻപത്തിൽ ഇപ്പം നമ്മളെ പ്രവർത്തകരൊന്നും അല്ലല്ലോ. അതൊരു റിയൽ ഇഷ്യൂ ആണ്. ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതാണ് KCBC പ്രസ് റിലീസ് പറയുന്നത്. അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ താങ്കൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയാണ് കേരളത്തിലെ ഡൽഹിയിൽ നടത്തുകയാണ്. BJPക്ക് കേരളത്തിലെ അജണ്ട എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്? അത് ഞാൻ അന്ന് പറഞ്ഞത് കേട്ടില്ലേ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അജണ്ട ഭയങ്കര ക്ലിയറാണ്. ഈ വികസിത് ഭാരതം ഉണ്ടാക്കുമ്പോൾ ഒരു വികസിത് കേരളം ഉണ്ടാവണം. ഇന്ന് വരെ ഒരു 70 കൊല്ലം 72 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ്, നമ്മുടെ നാടിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ആശാ വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, KSRT വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാശില്ല, കടലാക്രമണത്തിന് തീരദേശത്തിൽ അവിടെ സീ വോൾസ് ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് കാശില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലോ അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല
എന്നൊരു സാഹചര്യത്തിൽ യൂത്ത് കേരള വിട്ടിട്ട് പുറത്തു പോകുന്നു, നാട് വിട്ട് പുറത്തു പോകുന്നു, രാജ്യം വിട്ട് പുറത്തു പോകുന്നു. അതെല്ലാം നമുക്ക് മാറ്റണ്ടേ? ഞങ്ങളുടെ ഒരേ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ കേരളയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, കേരളീയനെ ഒരു വികസിത കേരളമാക്കണം. അതിന് ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങളുടെ എജൻഡ പുട്ട് ഫോർവേഡ് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കും. അത് ഞാനല്ലല്ലോ, എൻ്റെ ഒരു ലെവല് ഇങ്ങനെ ഒരു അല്ലല്ലോ. എൻ്റെ അഭിപ്രായം ഇതാണ്, സിനിമേനെ സിനിമയായിട്ട് കാണണം, സിനിമേനെ ചരിത്രമായിട്ട് കാണരുത്. ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനുള്ള ഒരു ഫീൽഡാണല്ലോ, മേഖലയാണല്ലോ സിനിമ. അത് മീഡിയ അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ അങ്ങനെയാണ്. അപ്പോൾ സിനിമാ കഥയിൽ ആരെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്ത് എന്തെങ്കിലും മുമ്പോട്ട് വെച്ച എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ഡൂം ടു ഫെയിൽ ആണ്. ജനങ്ങൾ അതിന് റിജക്റ്റ് ചെയ്യും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോഴും നിങ്ങൾ അത് ഞാൻ പെടാൻ പോകുന്നില്ല അതിൽ. അത് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്തോളൂ ഡിബേറ്റ്. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിൽ ഒരു റെസ്പോൺസ് കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളിങ്ങനെ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് കാണണം. സിനിമേനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാനങ്ങനെ പോകണ്ടെന്ന് പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനിത് ലൂസിഫറിൻ്റെ ഒരു സീക്വലായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാണ്, പോയി കാണണം. മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റുന്നുണ്ട്. 617 കട്ട്സും റീസെൻസർഷിപ്പിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം. കഴിഞ്ഞു. ഇംഗ്ലീഷാ? ഇതാ English. ओके, नमस्कार, कैसे हो? अभी इंग्लिश है. अरे हाँ, बोल दो जल्दी. रोलिंग. Namaste. Today was the 120th episode of Mann Ki Baat, and I want to just place in perspective to you why Mann Ki Baat is such a highly attended program and why it is very important every month for BJP's Karyakartas, BJP's leaders and the larger community of people at large. Every Mann Ki Baat is centered around heroes that are nameless, faceless heroes that are not known to people of India, who are outside the government system, who are outside politics, but work hard to create an impact in their communities, in their families' lives, and in the larger lives of people around them. Today, Prime Minister Narendra Modi ji put forth examples, Joby Matthew, Hanuman Kind, and many other examples of people who inspire us. And so for BJP and for people like me, every month this is a dose of inspiration, a dose of motivation that keeps us energized and keeps us committed to serving our country and transforming our nation and taking our country forward. The second and equally or more important point that I would like to discuss and present to you today is that yesterday the Kerala Catholic Bishop Council has issued a press release appealing to all MPs of Kerala to support
the Waqf Amendment Act that is being proposed to be introduced in Parliament. The BJP Kerala and the NDA Kerala welcomes this appeal by the Catholic Bishop Council of Kerala. This, as you know, the people of Munambam, several hundred families of Munambam just outside Cochin, they are a fishing community whose land is being sought to be grabbed by the Waqf, and they have been protesting and striking for several months now. And the Waqf Amendment Bill squarely addresses their pain, their concern, and therefore from Priyanka Gandhi, who has recently parachuted into Kerala, to Haibi Eden, to the Muslim League MPs who represent the people of Kerala, I too join the appeal by the KCBC, Catholic bishops, that they must support the Waqf Amendment Bill and they must protect the rights, the constitutional rights of the people of Munambam, which are sought to be snatched away by the Waqf in Kerala. It is the duty of every MP to protect the rights of the people in the state that they are serving. It is the duty of every MP and every political party to make sure if there is a law that is ultra vires the constitution, that law is amended and made consistent with the constitutional values and the constitutional provisions. And this amendment that has been proposed for the Waqf Amendment is neither against any community, nor is it infringing on anybody's rights. As a matter of fact, what it does is align the powers and authority of the Waqf to the constitutionally provided rights to every common Indian citizen and makes the Waqf Act consistent with the Constitution of India. So to the political parties who are trying to characterize this as some anti-one community, I say, please do not mischaracterize it and please do not misinform people of that community. This is a solemn duty of every MP of Kerala from Priyanka Gandhi downward to protect the interests and solve the challenges and problems of the people of Munambam and people all over the country at large that are affected by the Waqf. Thank you. അങ്ങ് അധ്യക്ഷനായ ചുമതലയേറ്റ ശേഷം ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരാനിരിക്കുകയാണ്. വരുന്ന മാസങ്ങളിൽ അതുണ്ടാകും. അവിടെ ബംഗാളിൽ ബിജെപിയുടെ പ്രധാന എതിരാളിയായ തൃണമൂൽ കോൺഗ്രസും കേരളത്തിലെത്തും. എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം കേരളത്തിൽ വളരാൻ ശ്രമിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ ഞാൻ അതിന് ഒരു വിസ്തരിച്ചിട്ട് റെസ്പോൺസ് ചെയ്യാൻ പോകുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ഗോവയിലും പോയി, അവിടെ അവരുടെ സീറോ ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഡൽഹിയിലും വന്നു, അവിടെ അവരുടെ റിപ്പോർട്ട് കാർഡ് സീറോ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഈ സമയത്ത് എൻ്റെ ഒരു തോട്ട് നമ്മൾ നോക്കാം. താങ്ക് യു. അത് അവർ പറയട്ടെ. ആ Who's saying what? I did not say, none of us in the BJP have said anything remotely intolerant about it. Our General Secretary MT Ramesh said very beautifully on the first day that a movie is a movie and the people of Kerala and the people all over the country see a movie as a movie. A movie is not history. And I said today, I have said that day as well, I am a fan of Mohanlal. I have seen Lucifer. I loved Lucifer as a movie and I was looking forward to seeing this movie as well. However, since the producers of the movie themselves have recognized that there is something wrong with the movie and they are undertaking 17 cuts and applying for recensorship, I have chosen to convey to whoever follows me that I have chosen not to watch the movie, and I am obviously disappointed that a movie has been used to distort some facts. അയ്യോ ഇതെല്ലാം എന്തിനാണ് ഇതന്നെ? അല്ല, കേരള CM എല്ലാ ട്വീറ്റും പോസ്റ്റും തുടങ്ങുന്നതും എൻഡിങ്ങും സംഘപരിവാരല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാനത്?
അല്ല, ആശാ വർക്കേഴ്സും സംഘ് പരിവാർ, KSRTCക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല സംഘ് പരിവാർ, കടലാക്രമണത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല സംഘ് പരിവാർ. ഇത് എത്ര നാളും ഇത് 30 കൊല്ലമായിട്ട് ഇങ്ങനെ ഓരോന്ന് നുണ പറഞ്ഞ് നടക്കുന്നതല്ലേ. അത് കഴിഞ്ഞു, ആ ഒരു സമയം കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യേണ്ടതും ഒരു ഗൗരവമായിട്ടൊരു ഡീറ്റെയിൽഡ് ഡിബേറ്റ് നടക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ആര് എന്ത് ചെയ്തു 70 കൊല്ലത്തിൽ. നമ്മുടെ നാട്ടിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ യുവകൾക്കും ഒരു അവസരങ്ങൾ ഉണ്ടാക്കാൻ ആര് എന്ത് ചെയ്തു. ഈ പ്രൊപ്പഗാൻഡ മിസ്ഇൻഫർമേഷൻ്റെ കാലം കഴിഞ്ഞു. അതാണ് എൻ്റെ പറയാനുള്ളത്. അത് ഫാക്റ്റാണ്, അത് ഫാക്റ്റാണ്, അത് ഫാക്റ്റാണ്. 4 ഇരട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല. ഈ കൊടുത്ത കാശും അത് എന്ത് ചെയ്തു, അതുകൊണ്ട് എന്താണ് ഡെവലപ്മെൻ്റ് ഒന്നും വരാത്ത, അതുകൊണ്ട് എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് എന്താണ് ഇന്ന് ഈ 9 കൊല്ലത്തിൽ ഒരൊറ്റ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത്, അതല്ല ഞങ്ങൾ ചോദിക്കേണ്ടത്. അതും എൻ്റെ മീഡിയ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ ചോദിക്കേണ്ടത്, എൻ്റെ ഒരു അഭ്യർത്ഥന, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പവറുള്ളൂ. ഞാൻ എല്ലാ ഇഷ്യൂസിനെ പറ്റിയും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് എമ്പുരാൻ മുതൽ ആശാ വർക്കേഴ്സ് മുതൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് തരാത്ത കാശോ തന്ന കാശോ. ബട്ട് നമുക്ക് ഇതും ഡിബേറ്റ് ചെയ്യണം. 9 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം, എന്ത് ചെയ്തു, അതും നമുക്ക് ചോദിക്കണ്ടേ. ഞാൻ മറ്റേതെല്ലാം ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ബട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇതും ചോദിക്കാൻ തുടങ്ങണം. എല്ലാം ഒരു പൊളിറ്റിക്കൽ ഫുട്ബോളും ഒരു ന്യൂസ് ക്ലിക്ക് ബേറ്റും ചെയ്ത് അത് വിട്ടാൽ പോരാ. അത് അതിൻ്റെ സഫറിങ് അല്ലേ നമ്മൾ കുട്ടികളെല്ലാം സഫർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ എൻ്റെ മണ്ടയിൽ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസ് ഒന്നുമില്ല. അത് നമ്മൾ പിണറായി വിജയൻ സാറിൻ്റെ കീഴിൽ തന്നെ കൊടുക്കാം, അവർ തീരുമാനിച്ചോട്ടെ അതിലൊരു അജണ്ട ഉണ്ടോ ഇല്ലയോ. ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് കാണുക, സിനിമ ചരിത്രമല്ല, അതൊരു ഫാക്റ്റാണ്, അതായിട്ട് കാണുക, അത്രേ ഉള്ളൂ. നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്. നരേന്ദ്രമോദിജി ഗവൺമെൻറ്റിന് അറിയാം വികസിത് ഭാരത് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സ്റ്റേറ്റും വികസനത്തിന് ഒരു മൊമെൻറ്റം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവണം. വികസിത് ഭാരത് മൈനസ് വികസിത് കേരളം ഉണ്ടാവാൻ പറ്റില്ലല്ലോ, ഉണ്ടാകാനല്ലേ. അപ്പോൾ ബീഹാറും UPയിലെല്ലാം ഇങ്ങനെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല, അതാണ് ശരിക്കുള്ള പ്രശ്നം. അതിൻ്റെ ഡിബേറ്റാണ് നടത്തുന്നത്. ഞാനും തയ്യാറാണ്. എല്ലാവരും BJP കേരളയിലും NDA കേരളയിലും എല്ലാവരും തയ്യാറാണ്. ബട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി ഞങ്ങളൊരു വിഡ്ഢിയാണെന്ന് വിചാരിക്കണ്ട. ആശാ വർക്കേഴ്സിന് ഇഷ്യൂ നിങ്ങൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നത് കുറച്ചൊരു കാശല്ലേ. നാളെയാണ് 50ാമത്തെ ദിവസം. അപ്പോൾ ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന കാശ് കൊടുത്താൽ എന്താ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ട് നമുക്ക് പിന്നെ നോക്കാം, റിസോൾവ് ചെയ്യാം. അതിന് അവരെന്തിനാണ് ഹോസ്റ്റേജ് ആക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ഒന്ന് തന്നില്ലെങ്കിലോ ഒരു അക്കൗണ്ടിങ് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലോ 2 ബ്യൂറോക്രാറ്റ്സും നടുവിലൊരു തർക്കം ഉണ്ടെങ്കിൽ ആശാ വർക്കേഴ്സാണോ സഫർ ചെയ്യേണ്ടത്? അപ്പോൾ അവരുടെ ഒരു കടമയല്ലേ അത്. അവരെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ഉള്ള കാശൊന്ന് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. കേരളയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ബട്ട് അതിൽ രാഷ്ട്രീയ ഫുട്ബോൾ കളിച്ചിട്ട് ഞങ്ങളൊരു ഫുട്ബോൾ ആവണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യമില്ല. അത്ര